അപ്പൊ ഇന്ന് ഈ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഫീലിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഈ മാടനാട് ഉത്സവത്തിന് പോവാണ്. കറക്റ്റ് ഈ ഉത്സവത്തിന് ഞാൻ 1 വർഷം മുമ്പ് അവിടെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അന്ന് എനിക്ക് ആ ഡ്രസ്സ് തന്നെ ഇടണമെന്നുണ്ടായിരുന്നു. പക്ഷെ ആ ഡ്രസ്സ് ഞാൻ എവിടെ വെച്ചെന്ന് കണ്ടില്ല. തപ്പിയിട്ട് കുറെ തപ്പി കണ്ടില്ല. അപ്പൊ നമ്മൾ ആ സെയിം ഉത്സവത്തിന് അപ്പച്ചിയുടെ അടുത്തോട്ട് പോവാണ്. എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. 1 വർഷത്തിന് ശേഷം 1 വർഷം മുമ്പ് നമ്മുടെ ചാനലില് ബാക്കില് ഇങ്ങനെ മാടനാട് ഉത്സവത്തിന് പോകുന്ന വീഡിയോ നമ്മള് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 3ാമത്തെ എങ്ങാണ്ട് വീഡിയോ ആണ് കേട്ടോ. അപ്പൊ അത് എടുത്തിട്ടിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോയും പിന്നെ ഇന്ന് ഈ വർഷം ഇതിങ്ങനെ കണ്ട എനിക്ക് അറിയത്തില്ല എന്താ പറയണത്. ഞാൻ മൊത്തം കുളമായിട്ടാ പറയുന്നത്. എനിക്ക് ഭയങ്കര ഫീലിംഗ് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി അങ്ങോട്ട് പോവാണ്. അച്ഛനും അമ്മയും ചേച്ചിയൊക്കെ ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട്, വിളിച്ചു കേട്ടോ. അപ്പൊ നമ്മൾ എപ്പോഴും ലേറ്റ് ആണല്ലോ. അപ്പൊ കുട്ടന്റെ മുടിയൊക്കെ ഞാൻ ചീവി കൊടുത്തതാ. പക്ഷെ കാറി കയറിയപ്പോഴത്തേനും അവൻ കുളമാക്കി ഇതാക്കിയിട്ടേക്ക്. കാരണം അവന്റെ മുടി ഒതുങ്ങത്തില്ല. അപ്പൊ നമുക്കിനി നേരെ അവിടെ ചെന്നിട്ട് കാണാവേ. ഇതൊന്ന് നൈറ്റി ഒക്കെ ഇട്ടോ അമ്മ? ശരിയാ. കാറ് പുറത്തിടണ്ട, അകത്ത് കയറ്റിയിടാന്ന് ഏട്ടൻ പറഞ്ഞു കേട്ടോ. അപ്പൊ പിന്നെ അച്ഛന്റെ ബൈക്കൊക്കെ ഒന്ന് ഒതുക്കി മാറ്റി വെക്കുകയാണ്. ഈ ഗേറ്റ് തുറക്കാൻ പെട്ട പാട്. ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഈ യന്ത്രത്തിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന്. പിന്നെ എങ്ങനെയൊക്കെയോ അത് തുറന്ന് സെറ്റാക്കി എടുത്തു. അമ്മ 1 വർഷം കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഓർമ്മയുണ്ടോ? ഉണ്ടോ? നീല സാരിയൊക്കെ എടുത്ത്. പക്ഷെ അമ്മ ഇന്ന് നൈറ്റി ആയി പോയി. ഇന്നലെ അമ്മമ്മയെ കൊണ്ടുപോയി എവിടെ പോയി? എവിടെ പോയി? വാ ഇങ്ങോട്ട് വാ. അപ്പൊ ഞാൻ എന്തിനാ പുറത്തോട്ട് വരുന്നേ? ആണോ? പച്ചച്ചിങ്ങും പച്ചയായിട്ടൊന്നും കൊടുക്കാം. അത്രയും വേണ്ട, അത്രയും വലിപ്പം വേണോ? എന്തേ വന്ന് ഒളിഞ്ഞു നോക്കുന്നേ? എന്തേ പറ. അതിനെ മേശ ഇച്ചിരി കൂടെ ഇങ്ങോട്ട് ഇട്ടിട്ട് ഇവിടെ ഒരു കസേരയാണ്. ഇപ്പൊ ഞാൻ തള്ളിയിട്ടാണ്. ഇവിടെയും കൂടെ ഇരിക്കാം. അതിന് വളം വയ്ക്കാം പെണ്ണുങ്ങള്. ഇരുന്നിട്ട് ചോറ്. അതെ, ഓട്ടോയിൽ കയറാൻ വേണ്ടി. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാനിരുന്നപ്പോൾ അപ്പച്ചിക്ക് ഈ കസേരയിൽ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അപ്പച്ചി അങ്ങ് എഴുന്നേറ്റ് കേട്ടോ. പിന്നെ ആ കസേരയിൽ എന്നെ ഇരുത്തി. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായ ശ്രൂചേച്ചി ഇതുവരെ എത്തിയിട്ടില്ലെന്ന് കേട്ടോ. അപ്പോൾ ശ്രൂചേച്ചി വരാൻ ലേറ്റ് ആവും. അങ്ങനെ എന്തായാലും എവിടെ ചെന്നാലും ഇപ്പോൾ എനിക്ക് പരിപ്പും പപ്പടവും ഇഷ്ടമായതുകൊണ്ട് എനിക്ക് 2 പപ്പടമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം കൂടെ കൂട്ടി മാക്ക് വരുന്ന ഒരു പിടി അങ്ങോട്ട് പിടിച്ചു. ഓക്കേ. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് സീച്ചേട്ടൻ്റെ വേറൊരു അപ്പച്ചി അപ്പുറത്തുണ്ട് കേട്ടോ. അപ്പോൾ ആ അപ്പച്ചിയെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. എല്ലാവരുടെയും വീട് ഇങ്ങനെ അടുത്തടുത്താണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഒരു മതിലപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവരുടെയും വീട്ടിലോട്ട് എത്താം. പൂച്ച വരട്ടടാ. അങ്ങനെ മുതിർന്നവരെല്ലാവരും കൂടെ അകത്തിരുന്ന് സംസാരിച്ചപ്പോൾ ഞങ്ങൾ ചെറിയ പിള്ളേർ ഞാനും അപ്പുക്കുട്ടനും കൂടെ മുറ്റത്ത് നിന്ന് സൈക്കിൾ കളിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ തറ നിരപ്പല്ലാത്തതുകൊണ്ടും പിന്നെ സൈക്കിളിന് സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടും അപ്പുക്കുട്ടന് ഇത് ചവിട്ടാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ അവൻ്റെ ഒരു ആഗ്രഹത്തിന് സൈക്കിൾ ഉന്തി കളിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ശ്രൂചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. താമസിച്ച് എത്ര മണിക്കാണ് അയാൾ വന്നേ? 2 മണി. ഇത്രയും നേരം എന്തെടുക്കുമായിരുന്നു? ഇത്രയും നേരം പോയി. ഞാനും താമസിച്ചു പോയി. ചെറിയ ചോറ് തന്നെ കണ്ടി. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ചോറ് വേവിച്ച് വെച്ചാൽ താമസിച്ചു തരണം.
അതെ ഓ ശരി അതെന്റെ നടും വയ്യെന്ന് പറഞ്ഞാൽ നമ്മള് ചേച്ചി 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 എങ്ങനെ നടുവേദന വന്ന് ഉരുട്ടിട്ടടി എന്നെ ശ്രുതി നടുവേദന വന്ന് ആശുപത്രി കൊണ്ടുപോയി ടാസ്ക് വിളിക്കട്ടെ ഒരു പൊട്ട് വന്ന് എല്ലാരും കൂടെ ഓടി അച്ഛൻ നൈസായിട്ട് വേഗം കയറി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് എല്ലാരും സിറ്റൗട്ടിൽ വന്ന് കാര്യമൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പുക്കുട്ടന്റെ തല അപ്പച്ചിക്ക് പേൻ നോക്കാനുള്ളതാണ്. അതെപ്പോ വന്നാലും അവന്റെ തലയിൽ ഇങ്ങനെ ചുരണ്ടിക്കൊണ്ടിരിക്കും. അത് അവനും ഒരു സുഖമാണ്. അത് കഴിഞ്ഞ് അമ്മയൊക്കെ ആയിട്ട് കുറച്ച് റീൽസ് ഒക്കെ ചെയ്ത് കേട്ടോ. ഇത്രയും നേരം എന്നോട് വീഡിയോ എടുക്കല്ലേ ഫോട്ടോ എടുക്കല്ലേ ഞങ്ങളി അയ്യോ വീട്ടിലിരുന്നപ്പോൾ നമ്മുടെ ഫ്രണ്ട് റോഡിൽ കൂടെ കൊട്ടുപോകുന്നു കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടി എല്ലാവരും കൂടെ ഫ്രണ്ടിലോട്ട് ഇറങ്ങി നിന്നു. അപ്പോൾ അതാ ഇതുപോലെയൊക്കെയാണ് പോകുന്നത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിട്ട് നടക്കുന്നവർക്ക് ഇത് വെയിറ്റ് ഇല്ലേ എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചു കേട്ടോ. കാരണം ഇത്രയും വലിപ്പമുള്ളതിനൊക്കെ ഭയങ്കര വെയിറ്റ് ആയിരിക്കത്തില്ലേ. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. കുട്ടൂസനും മായാവിയും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കൊട്ടൊക്കെ കണ്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് അമ്പലത്തിൽ അവിടെ ഉത്സവം കാണാൻ പോകാമെന്നും പറഞ്ഞ് അമ്മ അതാ പുതിയ സാരിയൊക്കെ എടുത്തു കൊടുത്തു. ഇത് അച്ഛൻ വാങ്ങി കൊടുത്തതാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. കളർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഉത്സവം കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി. പാതാളക്കരണ്ടി എന്നാണ് സിച്ചേട്ടൻ പറഞ്ഞത്. പാതാളക്കരണ്ടി അല്ലേ? കിണറ്റീന്ന് എടുക്കുന്നതല്ലേ പണിച്ചിത്രത്താഴില്? അത് തന്നെ. അപ്പൊ നമ്മൾ ഉത്സവ പറമ്പിലോട്ട് പോവുകയാണ്. എന്റെ വായില് വിക്സ് ആണ്. വിക്സ് ഗുളിക കഴിച്ചു. കിച്ച് കിച്ച് അകച്ചു. ഉത്സവ പറമ്പിലോട്ടല്ല, ആദ്യം ഹൈവേയിലോട്ട് പോകാം. ഇങ്ങോട്ടൊന്ന് വരികയോ? ചാടിത്തുള്ളി പോന്ന പോക്ക് പോയതിനെക്കാട്ടി സ്പീഡ് ഞങ്ങൾ തിരിച്ചു വന്നു കേട്ടോ. കാര്യം എന്താന്ന് ഞാൻ പറയാം. ചാടിത്തുള്ളി വന്നു, പക്ഷെ ഈ പോകുന്നത് ഇനി അപ്പുറത്ത് തിരിച്ചു വരണം. അവിടെയാണ് ഒടുക്കത്തെ വെയിൽ. ഞാൻ ചേച്ചിയെ വിളിച്ചൊരു നാരങ്ങ വെള്ളം കുടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോവാ. അങ്ങനെ നാരങ്ങ വെള്ളം കുടിക്കാൻ കയറിയ കടയിൽ ഇതാ ഇതുപോലെ ഇങ്ങനെ കുപ്പിക്കകത്താ ഒഴിച്ചു വെച്ചേക്കുന്നത്. എനിക്കാണെങ്കിൽ സോഡ നാരങ്ങ വെള്ളം കുടിക്കാനായിരുന്നു ആഗ്രഹം. പിന്നെ അത് വാങ്ങിച്ചിട്ട് ശ്രുചേച്ചി കുടിച്ചിട്ട് പറഞ്ഞ് കൊള്ളാം അടിപൊളി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കുടിക്കാൻ വാങ്ങിച്ചപ്പോൾ അത് ഏട്ടൻ വാങ്ങിച്ചു. പിന്നെ അമ്മയ്ക്ക് കൊടുത്തു. പിന്നെ ഞങ്ങൾ 2 കുപ്പിയും കൂടെ നാരങ്ങ വെള്ളവും വാങ്ങിച്ചു. പിന്നെ ചേച്ചിക്ക് ഏതോ ഓറഞ്ച് കളർ വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് അതും വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഒരു കുഞ്ഞി പച്ച കളറിലെ 7up ആണെന്ന് തോന്നുന്നു, അതും വാങ്ങി. അങ്ങനെ അതെല്ലാം കൂടെ വാങ്ങി നമ്മൾ റോഡ് നീളെ കുടിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. അച്ഛൻ ഫ്രണ്ടിലങ്ങ് പോയി കഴിഞ്ഞുകൊണ്ട് അച്ഛനെ തിരക്കി പുറയിൽ അമ്മ പോയി കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ക്ഷീണിക്കും, കുറച്ച് വെള്ളം കുടിച്ചിട്ട് പോകാൻ പറഞ്ഞ് അമ്മയ്ക്ക് വെള്ളം കൊടുത്തത്. ഇങ്ങോട്ട് കുടിച്ചേ. ശ്രുചേച്ചിയുടെ വീഡിയോ എടുത്തപ്പോഴത്തേനും അപ്പക്കൂട്ടം വീഡിയോ എടുക്കുമോ അപ്പച്ചിന്ന്. അത് എന്തിന്റെ നന്ദിയാണെന്ന് അറിയാമോ? ഈ പച്ച സാധനം അപ്പച്ചി വാങ്ങിക്കൊടുത്തതിന്റെ നന്ദിയാണ് അപ്പുവ കാണിച്ചത്. ഞങ്ങൾ രണ്ടാമതും തിരിച്ചനി അങ്ങോട്ട് പോവാട്ടോ. അമ്പലത്തിലോട്ട് ഇറങ്ങിയത് ഇത്തവണ ഓപ്പോസിറ്റ് വീട് വഴി കൂടെ കയറി പോവാന്ന് പറഞ്ഞു കേട്ടോ. അവിടെയാണെങ്കിൽ കിടാക്കുഞ്ഞുങ്ങളും പശുവും ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം അതിനെയൊക്കെ നിന്ന് കൊഞ്ചിച്ചു കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു.
ചെണ്ടമേളമൊക്കെ കേട്ട് ഇങ്ങനെ താളം തുള്ളി നിന്നപ്പോഴാണ് മറ്റേ കടലാസിൻ്റെ പൊട്ടിച്ചത് കേട്ടോ. അപ്പൂനതങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവൻ അവിടെ കിടന്ന് അങ്ങ് ആക്റ്റീവായിട്ട് തുള്ളി ചാടാൻ തുടങ്ങി. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അമ്പലത്തിലോട്ട് വന്നു. അപ്പോൾ ഉത്സവത്തിൻ്റെ ആൾ ഇല്ല, ആൾക്കാർ വന്ന് തുടങ്ങുന്നേ ഉള്ളായിരുന്നു കേട്ടോ. നമ്മളാണെങ്കിൽ അവിടെ സീറ്റ് പിടിച്ച് അവിടെ ഇരുന്നു, കാരണം ഇല്ലെങ്കിൽ പിന്നെ കാല് കഴിക്കും. ഇന്ന് ഒരുപാട് ഓടി നടന്നും കളിച്ചതും കൊണ്ടാണ് അപ്പുക്കുട്ടന് നല്ലപോലെ ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ. അവൻ എന്തെങ്കിലും വാങ്ങി തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ ഉത്സവം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നമുക്ക് വാങ്ങാമെന്ന് പറഞ്ഞ് അവിടെ ഇരുത്തിയേക്കാണ്. ഏട്ടനാണെങ്കിൽ ഇതാ ഈ സ്റ്റേജിൽ നടക്കുന്ന പ്രോഗ്രാം കണ്ടിട്ട് ഇത് ഏട്ടൻ പണ്ട് ചേർന്നിട്ടുണ്ട്, ഏട്ടൻ ഇങ്ങനെ നുണും അടിക്കുന്ന ജോലിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കാണിച്ചതാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേന് അപ്പൂൻ എൻ്റെ അടുത്ത് ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ മടിയിൽ വന്ന് കിടന്നു. ഉറങ്ങാൻ വേണ്ടി കിടക്കുകയാണ് കേട്ടോ, കാരണം ഒരുപാട് ക്ഷീണിച്ചു. അങ്ങനെ പിന്നെ ഞാൻ തല ഇങ്ങനെ തടവി കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് അപ്പുക്കുട്ടൻ നല്ല ഉറക്കമായി. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഈ പടക്കം പൊട്ടിക്കുന്നിടത്തും ബഹളം വയ്ക്കുന്നിടത്തും അവൻ കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലോ എന്ന്. ക്ഷീണമായിട്ടാണ് കേട്ടോ അപ്പുക്കുട്ടൻ ഉറങ്ങിയത്. നേരം സന്ധ്യ ആകും തോറും തിരക്ക് കൂടി വരുമായിരുന്നു. അപ്പോൾ ഈ ഒരു സമയമായപ്പോഴത്തേന് അപ്പുക്കുട്ടൻ ദാ മടി കിടന്ന് നല്ല പോലെ ഉറങ്ങി കേട്ടോ. ഞാനും അവനെ ശല്യം ചെയ്തില്ല, അവൻ ഉറങ്ങിക്കോട്ടെന്ന് വിചാരിച്ചു. മുന്നിലേക്ക് ഒഴുകി എത്തുന്ന സന്ധ്യ ആയപ്പോഴത്തേന് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അതാ ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഭയങ്കര ചെണ്ടമേളവും കളിയും ഒക്കെ ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മുടെയൊക്കെ ചെറിയ സമയത്ത് നമുക്കിങ്ങനെ റോഡിൽ കൂടെ ചെണ്ടയൊക്കെ പോകുമ്പോൾ എനിക്കിങ്ങനെ താളം പിടിച്ച് തുള്ളണം. ഇപ്പം ആ ബോയ്സ് കിടന്ന് തുള്ളത്തില്ല, ഇങ്ങനെ ഡാൻസ് കളിക്കത്തില്ല, അതുപോലെ നമുക്ക് കളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടെങ്കിലും അന്നങ്ങാനും കാലനക്കിയ കാല് വെട്ടുമായിരുന്നു വീട്ടിലുള്ളവരും പിന്നെ നാട്ടുകാരും. പക്ഷെ ഇപ്പോൾ ഉള്ള പിള്ളേർക്കൊക്കെ ഉണ്ടല്ലോ കയറി നിന്നങ്ങ് കളിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ചെറിയ അസൂയൊക്കെ തോന്നാറുണ്ട് കേട്ടോ. അടിപൊളിയായിരുന്നു. അപ്പു വഴിന്ന് വാങ്ങാം അപ്പുക്കുട്ട വഴിന്ന് വാങ്ങാം, വാങ്ങിത്തരാം. ഉത്സവമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് വരുന്ന വഴിക്ക് ഞങ്ങൾ ചോക്കോബാറൊക്കെ വാങ്ങിച്ച് കഴിച്ചുകൊണ്ടാവുന്നത് കേട്ടോ. അപ്പുക്കുട്ടനും ഭയങ്കര ഹാപ്പിയാണ്, കാരണം അപ്പുക്കുട്ടന് ടോയ് കിട്ടി. പിന്നെ നമ്മുടെ ഒരുപാട് കുട്ടി സബ്സ്ക്രൈബേഴ്സിനെയും വലിയ സബ്സ്ക്രൈബേഴ്സിനെയും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ കേട്ടോ. ഇതിൻ്റെ ഒക്കെ റോസാ അല്ല, ഇതിൻ്റെ ഒക്കെ വെള്ളയാ. വീട്ടിലെത്തേണ്ട താമസം അപ്പുക്കുട്ടൻ ടോയൊക്കെ പൊട്ടിച്ചിട്ട് അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് അതിൻ്റെ നടുക്ക് തന്നെ ഉന്നം പിടിച്ച് അടിക്കണമെന്നും പറഞ്ഞ് എല്ലാവരെയും കൊണ്ടും അടിപ്പിച്ചു. അവൻ അതിൻ്റെ നടുക്ക് തന്നെ കൊള്ളണമെന്നും പറഞ്ഞിട്ട്. അപ്പു വരുന്നോ? കാറിലോട്ട് കയറിക്കോ, അച്ഛനെടുത്തോളൂ. അമ്മ രാജ എന്താ അച്ഛനെ എല്ലാവർക്കും ഇഷ്ടം.